ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ ബാഗ് നമ്മൾ തന്നെയല്ലേ ചുമക്കാറുള്ളത്. അത് ചിലപ്പോൾ അല്പം ഭാരമുള്ളതാണെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്താൻ ആ ബാഗ് എടുത്തേ മതിയാകൂ. ഈശോയുടെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരോടും ഈശോ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അത് ഒരു കുരിശെടുക്കാനാണ്. എന്താണ് ഈ കുരിശ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം ശ്രവിക്കാം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് ഓരോ ദിവസവും സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ വചനം ശ്രവിക്കുമ്പോൾ ഒരു വലിയ മരക്കുരിശ് ചുമക്കുന്നതാണോ ഈശോ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ കുട്ടികളായ നമ്മളുടെ ജീവിതത്തിലെ കുരിശുകൾ ഇവയാണ്. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കറി അമ്മ തരുമ്പോൾ അത് പരാതി കൂടാതെ കഴിക്കുന്നത് ഒരു കുരിശാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കാൻ വിളിച്ചാൽ മടി കൂടാതെ എഴുന്നേൽക്കുന്നത് ഒരു കുരിശാണ്. എനിക്കത് വേണം ഇത് വേണം എന്ന് വാശി പിടിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതാണ് സ്വയം പരിത്യജിക്കൽ. നമ്മുടെ ഇഷ്ടത്തെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുക. ഈ കുരിശെടുക്കൽ ഒരു ദിവസം മാത്രം ചെയ്യേണ്ടതല്ല. എല്ലാ ദിവസവും സന്തോഷത്തോടെ നമ്മുടെ കടമകൾ നിർവഹിക്കുന്നതാണ് ഈശോയെ അനുഗമിക്കാനുള്ള വഴി. പ്രിയ കൂട്ടുകാരെ, ഈശോ നമുക്ക് വേണ്ടി ആ വലിയ കുരിശ് ചുമന്നു. ആ ഈശോയെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പരാതി കൂടാതെ സഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ നമ്മുടെ പരിഹാര പ്രവൃത്തി ഇതാണ്. ഇന്ന് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുകയോ ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം കഴിക്കുകയോ ചെയ്ത് അത് പരാതി കൂടാതെ ഈശോയെ ഓർത്ത് ചെയ്യുക. ഇത് നിങ്ങളുടെ കുരിശ് സന്തോഷത്തോടെ ചുമക്കുന്നതിന് തുല്യമാണ്.